ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ വീട് എടപ്പള്ളി എറണാകുളമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പം കറൻ്റ്ലി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ആക്ച്വലി ഇന്നിപ്പോൾ ഏതാ ദിവസം? സാറ്റർഡേ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അനിയത്തിമാർ വരുന്നതുകൊണ്ട് എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പ്രോപ്പറായിട്ടൊന്നും നിന്നിട്ടില്ല. ഭയങ്കര തിരക്കായിരുന്നു നാട്ടിലെത്തിയതിന് ശേഷം, ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മനസ്സമാധാനം വെച്ച് എൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഈ വീക്കെൻഡ് ഞങ്ങൾ പോകുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എൻ്റെ അമ്മ വീട്ടിലൊന്ന് പോകണം, പിന്നെ എൻ്റെ നാട്ടിൽ മൂവാറ്റുപുഴ അവിടെയൊന്ന് പോകണം. അമ്മ വീട് പെരുമ്പാവൂരാണ് കേട്ടോ. അപ്പോൾ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത്. ഇവിടെ പുറകിൽ നിന്ന് ഗ്ലെയർ അടിക്കുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നു. ഞാൻ ഇവിടെ കേർട്ടൻ ഓപ്പൺ ആക്കി വെച്ചേക്കാണ്. സോ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പാക്കിങ് കൂടി ബാക്കിയുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഞാൻ പാക്കൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എന്നാലും അവിടുന്ന് കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഏകദേശം അതുപോലെ ഉണ്ട്. കുറച്ചുകൂടി ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്നലെ ആൽബിൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ പഴയ വ്ളോഗ്സിലൊക്കെ അവൻ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ കാണാത്തവരൊക്കെ അത് പോയി കണ്ടു നോക്കാം. അവൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. നമ്മളിന്നലെ ഫുഡൊക്കെ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയും പിന്നെ അവനും ഒക്കെ ആയിട്ട് ഫുഡ് അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു തിരുവല്ലയിൽ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ റിട്ടേൺ ആണ്. പോകുന്ന വഴിക്ക് അവൻ്റെ വീട്ടിലും കയറി അവനെ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ വേണം പോകാനായിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഞാനിനി ബാക്കി പാക്കിങ്ങിലും കാര്യങ്ങളിലും ബാക്കി പരിപാടിയിലേക്കൊക്കെ കിടക്കട്ടെ. അപ്പോൾ വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. ഈ പാക്കിങ് എനിക്ക് അത്യാവശ്യം കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ മുന്നേയും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്തൊക്കെ കൊണ്ടുപോകണം കൊണ്ടുപോകണ്ട എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട് അതിനെ പറ്റിയിട്ട്. ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ട്രാവൽ പോകുന്നതിൻ്റെ തലേ ദിവസം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും. പിന്നെ ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആവാറുണ്ട്. പാക്കിംഗ് ഒക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. മുന്നേ ഞാനേ ഇങ്ങനെയായിരുന്നു, സ്ട്രഗ്ലിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ചുകൂടി ഈസിയായി. ഋതുബി, ഗുഡ് മോർണിംഗ്. അവരെയും കണ്ട എൻ്റെ കൊച്ചു തന്നെ. ആൽവിൻ ഇന്നലെ ലാൻഡ് ചെയ്തു ഗൈസ്. വേണ്ടേ? അതെ, ഇതേ ഋതു ജേംസ് ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും. ഋതുവിന്റെ മസിലൊക്കെ എടുത്തോണ്ട് പോകും കേട്ടോ ഋതു. അതെ അതെ, മനുഷ്യന് തിന്നാനും സംഭവിക്കത്തില്ല. എവിടെ പോവാ ഋതു? നമ്മള് മേതുടെ വീട്ടിൽ പോവാണോ? ചിറ്റമാരെ കാണാൻ പോണില്ലേ? നോക്കി നമുക്ക് ആദ്യം ആൽബിൻ ചേട്ടായുടെ വീട്ടിൽ പോവാം. ഓക്കെ? അയ്യോ, അതെന്താ? ആൽബിൻ ചേട്ടാനെ കൊണ്ടുവിടണ്ടേ മാമിനെ? അതെന്താ? അതുവഴിയാ നമ്മള് മേതുവിന്റെ വീട്ടിൽ പോണത്. ആൽബിൻ മാമന്റെ വീട് വഴിയാ നമ്മള് മേതുവിന്റെ വീട്ടിൽ. ഓക്കെ, നമ്മളിനി നേരെ ആൽബിൻ്റെ വീട്ടിലേക്കാണ് പോണേ. അവനെ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് എടപ്പള്ളിയിലേക്ക് പോകാനായിട്ട്, എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. നമ്മൾ ആൽബിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ വ്യക്തി ബഹുമാനത്തോടെ ഈശോയിന്റെ ഇതെന്റെ ചേച്ചി, ഇതെന്റെ അമ്മ, ഇതെന്റെ അപ്പൻ, ഇതെന്റെ അപ്പന്റെ ചേട്ടൻ, അപ്പന്റെ വേറൊരു ചേട്ടൻ, അപ്പന്റെ ചേച്ചി, അപ്പന്റെ അമ്മ, അപ്പന്റെ അപ്പൻ, ഈശ്വര ഫാമിലി മൊത്തം ഉണ്ടോ? എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടാട്ടോ.
തീർത്ത് വെച്ചേക്കാം. നമുക്ക് ആൽബിന്റെ റൂം കണ്ടിട്ട് വരാം. ഏതവസ്ഥയിലാണെന്ന് എനിക്കൊന്ന് കാണണം. അതാ വരുക. ആൽബിന്റെ റൂം കണ്ടു ഗൈസ്. ഓ ഇത്രയും വൃത്തിയോടാ. ഞാനിവിടെ ഇല്ലല്ലോ. ഓ അതാണ് അത് കൊണ്ട് എ സി ഉള്ള ഒരു മുറി ആൽബിന്റെ മാത്രമേ ഉള്ളൂ. ഒരു ലക്ഷറി ലൈഫാണല്ലോ അവിടെ നീ ലീഡ് ചെയ്യുന്നത്. ബൈ ബൈ. നമ്മളങ്ങനെ ഒരു ലോങ് ട്രാവലിന് ശേഷം എവിടെയാ ഋതു എത്തിയത്? എടപ്പള്ളി വീട്ടില്. എവിടെയാ പോണ്ടേ? ചിറ്റമ്മ ഉണ്ടല്ലോ അവിടെ. മണിച്ചിറ്റ. തുറക്ക്. ഉറങ്ങിയോ ചുമ്പൽ? ഉറങ്ങി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അമ്മ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്ലിപ്പൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. ഋതുക്കുട്ടനാണെങ്കിൽ മണിയുടെ തലയിലും കയ്യിലൊക്കെ ക്രിസ്മസ് ട്രീ പോലെ അലങ്കരിച്ച് വെച്ചേക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അമ്മമ്മേന്റെ അടുത്തുനിന്ന് ചോറ് കഴിക്കേ ശുംബൽ. അമ്മമ്മേന്റെ അടുത്ത് ചോറ് കഴിക്കുന്നേ. സ്ട്രോങ് ബോയ്, സ്ട്രോങ് സ്പൈഡർമാൻ പോലെ ആവണ്ടേ? എന്താ എക്സ്ക്ലൂസീവ് ഋതു, എക്സ്ക്ലൂസീവ് ഋതു ഗൈസ്. ഋതു ഇന്ന് ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല ഗൈസ്. ഒരു കുഞ്ഞ് കപ്പുമായിട്ട് തേരാ പാര ഉലാത്തുകയാണ് ഋതു. 2 വാക്ക്. വൈ? എന്തുകൊണ്ട്? താങ്കൾ എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാത്തത്? അയ്യോ ടെൽ മീ ഗൈസ്. ഇതാണ് എൻ്റെ പുത്രൻ ഞൊളഞ്ഞൊളപ്പൻ ഋതു. കണ്ടോ ഗൈസ് ഋതുവിന്റെ സ്പൈഡർമാൻ. അതെ ഇത് കുളിച്ചിട്ടാ ഇടണേ, പുതിയ ഉടുപ്പാ. ഇത് ബനിയനല്ലേ? ആ ബനിയനാണ്. ഇവൾ ഡോക്ടർ മാത്രമല്ല, ഇവൾ ഒരു ബാർബർ കൂടിയാണ്. ഹെയർ സ്റ്റൈലിസ്റ്റ്. ബാർബറാം വാലി. കണ്ട മണിയുടെ മുടി വെട്ടി കാണിച്ചെടുത്തടി മണി. ഇത് വെട്ടിയത് ഗ്രിയ. അച്ചായി മേടിച്ചുകൊണ്ട് വന്ന സ്നാക്സ്. പഴംപൊരിയുണ്ട്, ഉള്ളിവടയുണ്ട്. ഇതെന്താടി? സുഗിയനുണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ കുഞ്ഞു ഓടി വന്നേണ്ട സ്നാക്സ് എന്ന് പറഞ്ഞപ്പോൾ ഇതേ ഉള്ളിവട. ഇത് കഴിച്ചോ ഉള്ളിവട. എന്നാ പഴംപൊരി കഴിക്കും. ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇനി ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഭയങ്കരമായിട്ട് എന്താ മേലൊക്കെ ഒട്ടുന്നു. ഇനി മുടിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. പിന്നെ ഗ്രീനെക്കുട്ടി ഇന്ന് മുടി വെട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം സന്ധ്യയായി, ഇപ്പം മുടി വെട്ടുന്നില്ല എന്ന് വിചാരിച്ചു. സന്ധ്യ ആയതുകൊണ്ടല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വെട്ടുന്നില്ല. അത് എന്താ പറയുക, ഒത്തിരി ടൈം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ കുളിയും വൈകും.
കുളി വൈകി കഴിഞ്ഞാൽ ഇനി നീർക്കെട്ടൊക്കെ ഇറങ്ങി പിന്നെ വലിയ പ്രശ്നമായി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ തൽക്കാലം പോയി കുളിക്കട്ടെ, കുളിച്ചിട്ട് കാണാം. ബൈ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്ന് നോക്കുമ്പോൾ അച്ചായി ഋത്തുക്കുട്ടിനും കാര്യമായിട്ട് എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുവാണേ. ഞാൻ നോക്കുമ്പോഴത്തേക്കും ബിൽഡിംഗ് ബ്ലോക്സ് അല്ല, ഇത് ആക്ച്വലി ഒരു ABCD ലെറ്റേഴ്സിൻ്റെ ഒരു ബ്ലോക്സ് പോലത്തെ ഒരു സംഭവം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി. രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഋത്തുക്കുട്ടിനെ ഉറക്കി കഴിഞ്ഞിട്ട് ഞാൻ UK നിന്ന് കൊണ്ടുവന്ന എൻ്റെ പെട്ടി തുറക്കുകയാണ്. ഇതിനകത്ത് എൻ്റെ ഞാൻ യൂസ് ചെയ്ത കുറേ ഡ്രസ്സുകളുണ്ട്. യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒത്തിരി യൂസ് ചെയ്തതല്ല, പുതിയതാണെല്ലാം. ആകെ ഒരു തവണയൊക്കെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കൊണ്ടുവന്ന് അനിയത്തിമാർക്ക് കൊടുക്കാമെന്ന്. ഒത്തിരി ഡ്രസ്സുണ്ട്. പിന്നെ അവിടുന്ന് വാങ്ങിച്ച കുറേ ബാഗ് കാര്യങ്ങൾ, ഇവർക്കുള്ള കോസ്മെറ്റിക്സ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഏതാണ്ട് ഒരു ആദായക്കട പോലെ. എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ളൊരു ശീലമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാത്തതൊക്കെ ഇവർക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഴയത് മാത്രമേ കൊടുക്കുകയുള്ളൂ. അല്ല, പഴയതല്ല, പുതിയതും കൊടുക്കാറുണ്ട് കേട്ടോ. ഇവർക്ക് ഇങ്ങനെ ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, ബാഗ് അതൊക്കെ മേടിച്ച് കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബോണ്ടാണ്. കുഞ്ഞിലേ തൊട്ടേ നമ്മൾ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്തിട്ടാണ് ശീലിച്ചിട്ടുള്ളത്. അത് നമ്മളിപ്പോഴും നമുക്ക് ആ ഒരു ഹാബിറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് ഞാൻ എടുക്കാം. ഇതെന്ത് സാധനം? ബോഡി ബട്ടർ. No way. ഇതെനിക്ക് she has everything okay. No. Yes. You are the one employed doctor wala. I am the broke one here. പെട്ടി സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ട് ഇതിന് വേണ്ടി നിങ്ങൾ തമ്മിൽ കൂടി ഇത് കോമൺ ആയിട്ട് ഇവിടെ വെക്കും. Yeah. എനിക്കിത് കോളേജിൽ ഇങ്ങനെ നടന്ന് മറപ്പിച്ചു പോകണം. ഇപ്പോൾ സമയം പാതിരാത്രി. എത്ര മണിയായത്? 12:30 ഇതുവരെ ഞങ്ങൾ കിടന്നിട്ടില്ല. ഞങ്ങളിവിടെ ട്രയൽ ആൻഡ് എറർ സെഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Oh, even the hand cream smells awesome. ഈ മണത്തി അല്ല കാണിച്ച് മണത്തില്ല. ബോഡി ബട്ടർ എനിക്ക് ബോഡി ബട്ടർ പൊട്ടിച്ചാ തിന്നാൻ തോന്നുന്നു അല്ലേ? നമുക്കിത് ഇവിടെ കോമൺ ആയിട്ട് വെക്കാം. നമുക്ക് ബെറ്റർ ഐഡിയ അതാണ്. കോമൺ ആയിട്ട് വെച്ചിട്ട് ഇവിടെ യൂസ് ചെയ്യും. യു ഹാവ് ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ ഫൈൻ. ഇപ്പോൾ ഇവിടെ സമയം 1 മണിയായിട്ടുണ്ട്. എല്ലാവരും കിടന്ന് ഞങ്ങൾ 3 പേരും മാത്രം ഇങ്ങനെ എന്താ പറയുക, ബൾബ് കത്തി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുക. ഉറക്കമില്ല, ഒന്നുമില്ല. 2 എണ്ണം കൂടി മുഖം കഴുകാൻ പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിന്ന് മോയ്സ്ചറൈസർ വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നാളെ ഞങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ ഒന്ന് പോകുന്നുണ്ട്, മൂവാറ്റുപുഴയും പെരുമ്പാവൂരും. അപ്പോൾ അതിന് രാവിലെ എണീക്കണം. 3 പേരും ഉറങ്ങിയിട്ടില്ല. എപ്പോൾ കിടക്കുമെന്ന് അറിയാൻ പാടില്ല. മോയ്സ്ചറൈസർ തേക്കാനുള്ള ഒരാളെത്തി. ആദ്യത്തെ പാർട്ടിസിപ്പൻറ്റ് ഡോക്ടർ ഗ്രീഷ്മ. ഗ്രീഷിനെ കിടത്തി ഗുഡ് നൈറ്റ് പറയിപ്പിക്കാൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും